രണ്ടാഴ്ച മുന്നേ ഞങ്ങൾക്കൊരു പോണ്ടിച്ചേരി ട്രിപ്പ് ഉണ്ടായിരുന്നേ. ട്രിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും പക്ഷേ എൻ്റെ ചേട്ടൻ്റെ വീട് പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ നമ്മളെ അങ്ങോട്ട് വിരുന്ന് വിളിച്ചായിരുന്നു. 4 മണിക്ക് നമുക്ക് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തണമായിരുന്നു. പക്ഷേ നമ്മൾ 3:30 ആയിട്ടും ഊബർ നോക്കി ശ്രീകാര്യം നിൽക്കുന്നേ ഉള്ളായിരുന്നു. ഊബർ വന്നപ്പോൾ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ലേറ്റായി, 4 മണിക്ക് ട്രെയിൻ ഉണ്ടോ. അങ്ങനെ ചേട്ടൻ എങ്ങനെയൊക്കെയോ കത്തിച്ച് വിട്ട് എല്ലാ ഗ്യാപ്പിലും നുഴഞ്ഞു കയറി നമ്മളെ സമയത്ത് സ്റ്റേഷനിൽ എത്തിച്ച്. 4 മണിക്കാണ് കറക്റ്റ് സ്റ്റേഷനിൽ എത്തി. ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എല്ലാം വെള്ളത്തിലായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയിട്ടും പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ട്രെയിൻ വന്നത്. അപ്പം ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളുടെ കൂടെ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി ജാനി, അവളെ ഞാൻ നേരത്തെയും വീഡിയോസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നൊക്കെ. ഞങ്ങൾ തലേന്ന് തത്കാലമാണ് ബുക്ക് ചെയ്തത്, സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. കാരണം പിറ്റേ ദിവസമല്ലേ നമ്മൾ എത്തത്തുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ ഓർത്തത് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ വോളി അന്നാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ട് അത് കാണാനായിട്ട് നോക്കി. പക്ഷേ ട്രെയിനിൻ്റെ അകത്ത് ഒട്ടും റേഞ്ചില്ലായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ആദ്യം നെറ്റ്ഫ്ലിക്സ് കയറിയിട്ട് സ്ട്രേഞ്ചർ തിങ്സ് ഫുള്ള് വോളി മൊത്തം കണ്ട് തീർത്തായിരുന്നേ. അന്നും ഇന്നും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ട്രെയിനിലെ ബാത്റൂം. നമുക്കാണെങ്കിൽ കറക്റ്റ് ബാത്റൂമിൻ്റെ അടുത്തുള്ള സ്ലീപ്പർ സീറ്റാണ് കിട്ടിയത്. ഞാനപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിലെല്ലാം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഏതാണ് നല്ലതെന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല, നോർമൽ വോയിസിൽ പറയുന്നതാണോ അതോ ഫാസ്റ്റായിട്ട് പറയുന്നതാണോ എന്ന്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് നോർമൽ വോയിസിലാണ്. ഇതാണ് നല്ലതെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. അപ്പോൾ ഏതാണ് നല്ലതെന്ന് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാവും. ഇരുട്ടിയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് സീറ്റിൽ തന്നെ സീറ്റ് ഉറപ്പിച്ച് അങ്ങനെ കുറച്ച് ബോറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പിന്നെ യൂനോ കാർഡ് എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആക്ച്വലി അമലിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് യൂനോ കാർഡ് എന്താണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയുന്നത്. ഇതിനു മുന്നേ ഇങ്ങനൊരു കളി ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. കളിച്ച് ബോറടിച്ചപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു, ചപ്പാത്തിയും കറിയും. കാരണം ട്രെയിനിൽ ഫുഡ് അത്രയും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പിന്നെ 3:30 സ്റ്റേഷനിൽ എത്തിയത്. സ്റ്റേഷൻ്റെ പേര് ടിൻഡിവനം എന്നാണ്. പക്ഷെ നമ്മൾ ഇറങ്ങി വന്ന് സ്റ്റേഷൻ്റെ പേര് വായിച്ചപ്പോൾ ഞാൻ ആക്ച്വലി വായിച്ചത് ട്രിവാൻഡ്രം എന്നാണ് പേര് വായിച്ചത്. നമ്മൾ കറങ്ങി പിന്നെയും ട്രിവാൻഡ്രം വന്നു എന്നാണ് ഞാനപ്പോൾ വെളുപ്പിന് 3:30 3:30 കഴിഞ്ഞു സ്റ്റേഷൻ എത്തിയപ്പോൾ. അപ്പം ചേട്ടനാണെങ്കിൽ വെളിയിൽ വന്നായിരുന്നേ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ലഗേജൊക്കെ കാറിലെടുത്ത് വെച്ചിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം നമുക്ക് ചേട്ടൻ വിളിക്കാൻ വന്നുകൊണ്ട് യാത്രയൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ബസ്സോ ഊബറോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് പോകേണ്ടി വന്നു. ഏട്ടൻ പോണ്ടിച്ചേരിയിൽ വീട് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളായിരുന്നേ. അപ്പം വീട് വെച്ച സമയത്ത് പാലുകാച്ചിൻ്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അന്ന്. അപ്പം ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ വീടെത്തിയപ്പോൾ ആരും ഉറക്കമൊന്നും എണീറ്റില്ല. അതിൻ്റെ കൂടെ ആണെങ്കിൽ ഒടുക്കത്തെ തണുപ്പ്. എനിക്കാണെങ്കിൽ ഉറക്കവും കൂടെ വന്നിട്ട് വയ്യ. കാരണം ട്രെയിനിൽ ഉറക്കം ഒട്ടും ശരിയായില്ലായിരുന്നു.